നമസ്കാരം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്തത് പഠന പിന്നോക്കാവസ്ഥ എന്താണ്, പഠന പിന്നോക്കാവസ്ഥയുടെ കാരണങ്ങൾ, വിലയിരുത്തൽ മാർഗങ്ങളാണ്. നമ്മൾ ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പഠന വൈകല്യം എന്താണ്, അതേപോലെ ഭിന്നശേഷി എന്നാൽ എന്ത്, അതുപോലെ ഇടപെടൽ മാർഗങ്ങൾ, പഠന പിന്നോക്കാവസ്ഥയിലുള്ള ഇടപെടൽ മാർഗങ്ങൾ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്തത് അനുസരിച്ചിട്ട് പഠന പിന്നോക്കാവസ്ഥയാണ് വലിയൊരു ലക്ഷണമായിട്ടുള്ളത്. അതിലൊരു കാരണം മാത്രമാണ് പഠന വൈകല്യം. 100 കുട്ടികളെ എടുത്ത് പഠിച്ചപ്പോൾ അതിൽ 25% കുട്ടികൾക്ക് മാത്രമാണ് പഠന വൈകല്യം ഉണ്ടായിരുന്നത്. മറ്റു കുട്ടികൾക്ക് 75% കുട്ടികൾക്കും പഠന പിന്നോക്കാവസ്ഥ ഉണ്ടായിരുന്നെങ്കിലും അതിന് മറ്റ് നിരവധിയായ കാരണങ്ങളുള്ളതായിട്ടാണ് നമ്മൾ കണ്ടെത്തിയത്. പഠന വൈകല്യം അല്ലാതെയുള്ള മറ്റ് പലതരത്തിലുള്ള കാരണങ്ങളുള്ളതായിട്ടാണ് നമ്മൾ കണ്ടെത്തിയത്. അതിൻ്റെ കാരണങ്ങൾ വിശദീകരിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യമായിട്ട് എന്താണ് പഠന വൈകല്യം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു നിർവചനം നമുക്ക് നടത്തി നോക്കാം. പ്രായോഗികമായിട്ട് പഠന വൈകല്യത്തെ ഞാൻ ഈ പറയുന്ന രീതിയിൽ വിശദീകരിക്കാം. ഒരു കുട്ടിക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിശേഷി ഉണ്ട്, അതുപോലെ നല്ല രീതിയിലുള്ള കാഴ്ചയും കേൾവിശേഷിയും ഉണ്ട്. എന്നിട്ടും കുട്ടി പഠനത്തിൽ പിന്നോക്കാവസ്ഥ നിലനിൽക്കുന്ന അവസ്ഥയെ നമുക്ക് പഠന വൈകല്യം എന്ന് പറയാം. അപ്പോൾ പഠന വൈകല്യമുള്ള ഒരു കുട്ടിക്ക് ശരിയായ തരത്തിൽ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട്, കുട്ടിക്ക് സ്കൂളിൽ മുടങ്ങുന്നില്ല. പക്ഷെ എന്നിട്ടും കുട്ടി നിശ്ചിത വിഷയങ്ങളിൽ കുട്ടി പഠനത്തിൽ പുറകിലാട്ട് നിൽക്കുന്നതായിട്ടാണ് പഠന വൈകല്യത്തെ. അപ്പോൾ ബുദ്ധി നോർമല്, കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, പക്ഷെ പഠനത്തിൽ പിന്നോക്കാവസ്ഥ നിലനിൽക്കുന്നു. ആ ഒരു അവസ്ഥയാണ് നമ്മൾ പഠന വൈകല്യം എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പഠന വൈകല്യത്തിൽ 3 തരത്തിലുള്ള പഠന വൈകല്യങ്ങളുണ്ട്. ഒന്ന് വായനാ വൈകല്യം, വായനയിലുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടി. 2 എഴുത്ത് വൈകല്യം, എഴുത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. 3 ഗണിത വൈകല്യം, പ്രാഥമിക ഗണിത ശേഷിയിൽ കുറവുള്ള അവസ്ഥ. അപ്പോൾ ഇതാണ് വായനാ വൈകല്യം, എഴുത്ത് വൈകല്യം, അതുപോലെ ഗണിത വൈകല്യം. അപ്പോൾ ഇനി ചില കുട്ടികളിൽ ഇത് 3 കൂടെ ഒരുമിച്ച് കാണും. ഒരു കുട്ടിയിൽ തന്നെ വായനാ വൈകല്യം, എഴുത്ത് വൈകല്യം, ഗണിത വൈകല്യം. ചില കുട്ടികളിൽ വായനാ വൈകല്യം മാത്രം നിൽക്കും, നോട്ട് എഴുതുന്നതിൽ വലിയ തെറ്റ് കാണത്തില്ല, ഗണിത ശേഷിയും ഉണ്ടാവും. മറ്റൊരു കുട്ടിക്ക് ചിലപ്പം വായനാ വൈകല്യം, എഴുത്ത് വൈകല്യം ഉണ്ടാവില്ല, നോർമലായിട്ടുള്ള വായനാ ശേഷി, എഴുത്ത് ശേഷി ഉണ്ടായിരിക്കും. പക്ഷേ കുട്ടി ഗണിതത്തിൽ മാത്രം പുറകിലോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട്. അതിനെ ഗണിത വൈകല്യം എന്ന് പറയും. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് വായനാ വൈകല്യം എടുത്ത് ഒന്നും കൂടെ ഒന്ന് വിശദമായി പരിശോധിച്ചാൽ, വായനാ വൈകല്യത്തിൽ കുട്ടിക്ക് അക്ഷരങ്ങൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരക്ഷരത്തിന് പകരം മറ്റൊരു അക്ഷരം പറയുന്ന അവസ്ഥ. പൂവർ റെക്കഗ്നിഷൻ ഓഫ് ലെറ്റേഴ്സ്, ലെറ്റർ സ്കിപ്പിംഗ്, അതുപോലെ അക്ഷരം വിട്ട് പറയുന്നു, വായിക്കുന്നു. അതല്ലെങ്കിൽ ഒരക്ഷരത്തിന് പകരം മറ്റൊരക്ഷരം പറയുന്നു, പിക്ക് പകരം ക്യൂ പറയുന്നു, അങ്ങനെ രീതിയിലുള്ള. അതുപോലെ കുട്ടികൾക്ക് ചില്ലക്ഷരങ്ങൾ വായിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. അപ്പം നമ്മൾ കോഴി എന്ന് എഴുതിയാൽ കുട്ടി ചിലപ്പം കായും റായും വായിക്കും, ചില്ലക്ഷരങ്ങൾ ചേർത്ത് കൂട്ടി വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് വായനാ വൈകല്യം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ, ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് കേൾക്കുന്ന പേരൻസ് അവരുടെ കുട്ടികൾക്ക് എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണെന്ന് ഈ പറയുന്ന രീതി അനുസരിച്ച് അവർക്ക് വിലയിരുത്തി നോക്കിയാൽ തീർച്ചയായിട്ടും അറിയാൻ കഴിയും. അപ്പോൾ വായനാ വൈകല്യത്തിനെ 3 തരത്തിലായിട്ട് ഗ്രേഡ് ചെയ്യാം. ക്ലിനിക്കലായിട്ട്, ടെക്സ്റ്റ് ബുക്കിലല്ല, ലേണിങ്ങിൻ്റെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ വായനാ വൈകല്യത്തെ 3 തരത്തിലായിട്ട് നമുക്ക് ക്ലിനിക്കലായിട്ട് വിശദീകരിക്കാം. ഒന്ന്, കുട്ടിക്ക് അക്ഷരമേ അറിഞ്ഞുകൂടാത്തൊരു കുട്ടി, അക്ഷരമേ അറിഞ്ഞുകൂടാ, പൂവർ റെക്കഗ്നിഷൻ ഓഫ് ലെറ്റേഴ്സ്, അക്ഷരമേ അറിഞ്ഞില്ല, അപ്പോൾ തീവ്രമായ പഠന വായനാ വൈകല്യം ഉള്ളതാണ്. രണ്ടാമത്തെ കുട്ടിക്ക് അക്ഷരം അറിയാം, അക്ഷരം കൂട്ടി വാക്കുണ്ടാക്കാൻ ബുദ്ധിമുട്ട്, വേർഡ് കൺസ്ട്രക്ഷൻ ബുദ്ധിമുട്ട്, അത്തരത്തിലുള്ള ഒരു മോഡറേറ്റ് ആയിട്ടുള്ള പഠന വായനാ വൈകല്യമായിട്ട് കാണാം. മൂന്നാമത്തെ കുട്ടിക്ക് അക്ഷരം അറിയാം, അക്ഷരം കൂട്ടി വാക്കുണ്ടാക്കാൻ അറിയാം, പക്ഷേ വാക്കുകൾ കൂട്ടി വാചകം വായിക്കാൻ അറിയില്ല, ഒരുപാട് സമയമെടുത്തായിരിക്കും വായിക്കുന്നത്. ഈ 3ാമത്തെ തരത്തിലുള്ള വായനാ വൈകല്യത്തിന് ലളിതമായ വായനാ വൈകല്യം എന്ന് പറയാം. ഇവിടെ അമ്മമാർ പറയുന്ന ഒരു സ്ഥിരം വാക്കുണ്ട്, അവൻ പെറുക്കി പെറുക്കിയാണ് വായിക്കുന്നതെന്ന് പറയും. നീട്ടി നീട്ടി പെറുക്കി പെറുക്കി വായിക്കുന്ന കണക്കാണ്. തുടക്കത്തിൽ വായിക്കുമ്പോൾ ശബ്ദമുണ്ട്, വായന താഴ്ന്നു താഴ്ന്നു പോയി, സൗണ്ട് താഴ്ന്നു താഴ്ന്നു പോയി, സൗണ്ട് ഇല്ലാതാകുന്ന ഒരവസ്ഥ. അപ്പം അങ്ങനെയാണ് വായനാ വൈകല്യം. അപ്പോൾ 3 തരത്തിലുള്ള ഗ്രേഡിങ്ങിൽ നമുക്ക് ക്ലിനിക്കലായിട്ട് വായനാ വൈകല്യത്തെ നമുക്ക് വേർതിരിച്ച് പറയാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഗണിത വൈകല്യം. ഗണിത വൈകല്യത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ കുട്ടിക്ക് പ്രാഥമികമായിട്ടുള്ള സംഖ്യാബോധം ഉണ്ടാകത്തില്ല. പ്രാഥമിക 3ആണോ 5ആണോ വലുതെന്നുള്ള രീതിയിൽ സംഖ്യാബോധം ഉണ്ടാകാൻ സാധ്യതയില്ല. പ്രാഥമികമായിട്ട് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ,
അങ്ങനെ തരത്തിലുള്ള കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും വിഭജിക്കാനുമുള്ള രീതിയിലുള്ള പ്രാഥമിക ഗണിതശേഷി കുട്ടിയിൽ കാണത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പം ഗണിത വൈകല്യം ഒറ്റയ്ക്കും കുട്ടിയിൽ വരാം, വായനാ വൈകല്യം എഴുത്ത് വൈകല്യം ഇല്ലാതെ. ഇനി മൂന്നാമതായിട്ട് എഴുത്ത് വൈകല്യത്തെ കുറിച്ച് പറയാം. വായനാ വൈകല്യത്തിന്റെ ഏകദേശം അതേപോലെ തന്നെയാണ് എഴുത്ത് വൈകല്യത്തിൽ ഉണ്ടാകുന്നത്. ആകെയുള്ള വ്യത്യാസം വായനാ വൈകല്യത്തിൽ വായനയിലായിരിക്കും ബുദ്ധിമുട്ട്, എഴുത്ത് വൈകല്യത്തിൽ എഴുത്തിലായിരിക്കും ബുദ്ധിമുട്ട്. അപ്പോൾ അക്ഷരത്തെറ്റുകൾ, എഴുതുന്നതിൽ അക്ഷരത്തെറ്റുകൾ ഉണ്ടാവുക, ഒരു ലെറ്ററിന് പകരം വേറെ ലെറ്റർ ഉപയോഗിക്കുക, പ്രത്യേകിച്ച് പിക്ക് പകരം ക്യൂ ഉപയോഗിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ലെറ്ററുകൾ എഴുതുമ്പോഴത്തേക്ക് ചില ലെറ്ററുകൾ ഇല്ലാതാവുക, കാണാതെ ഇരിക്കുക, അങ്ങനെ ഒരു സ്കിപ്പിംഗ് ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന കണക്കുള്ള എഴുത്തിൽ അങ്ങനെ കാണും. പിന്നെ ഇതിനെല്ലാത്തിനും ഉപരി ഇവരുടെ നോട്ട്ബുക്ക് പരിശോധിച്ച് നോക്കുക, എഴുത്തിനൊരു ഭംഗി കാണത്തില്ല, അലക്ഷ്യമായിട്ട് എഴുതുന്നത് പോലെ ഇരിക്കും. ഡിസോർഗനൈസ്ഡ് റൈറ്റിംഗ് എന്നാണ് പറയുന്നത്. ഡിസോർഗനൈസ്ഡ് റൈറ്റിംഗ്, ഭംഗി കാണത്തില്ല. കടൽ തീരത്തുകൂടി കാക്ക നടന്നു പോകുന്നത് നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചാൽ അത്രയും ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള എഴുത്തായിരിക്കും കുട്ടിക്ക് ഉണ്ടാകുന്നത്. അപ്പം ഇതിനെയാണ് നമ്മൾ എഴുത്ത് വൈകല്യം എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പം 3 കാര്യങ്ങൾ സംസാരിച്ചു. പഠന വൈകല്യത്തിന്റെ മൂന്ന് തരം പഠന വൈകല്യങ്ങൾ സംസാരിച്ചു. വായനാ വൈകല്യം, എഴുത്ത് വൈകല്യം, അതുപോലെ ഗണിത വൈകല്യം. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പഠന വൈകല്യമുള്ള കുട്ടികളിൽ കൗമാരകാലത്തിൽ എത്തുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കുട്ടികളിൽ വിഷാദരോഗം, ഉത്കണ്ഠാരോഗം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം, ഈ വായിക്കാൻ അറിഞ്ഞൂടാത്ത കുട്ടികളെ നമ്മൾ ക്ലാസ്സിൽ എണീപ്പിച്ച് നിർത്തി വായിപ്പിക്കാൻ ശ്രമിക്കും. വായിക്കാൻ അറിഞ്ഞൂടാ, എന്നാലും അറിയാവുന്ന അധ്യാപകർ ആ കുട്ടിയെ എണീപ്പിച്ച് നിർത്തി വായിക്കാൻ പറയും. വായിക്കാതിരിക്കുമ്പം കുട്ടിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന രീതിയിലുള്ള സ്കോളാസ്റ്റിക് ഡീമോറലൈസേഷൻ എന്ന് പറയാം, അവഹേളിക്കുന്ന തരത്തിലുള്ള വ്യക്തിപരമായ അവഹേളിക്കുന്നത്. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ അധ്യാപകർ ചെയ്തിരുന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു 10, 20, 15 വർഷം കൊണ്ടൊക്കെയുള്ള അധ്യാപകർക്ക് പഠന വൈകല്യം ഉണ്ട്. അത് കുട്ടിയുടെ കുറ്റമല്ല, അത് ഒരു വൈകല്യമാണ്, അത് കുട്ടിയിൽ കാണാവുന്നതാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് വായിക്കാൻ അറിയാൻ കഴിയത്തില്ല, എഴുത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും, ഗണിത വൈകല്യമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ധാരണകൾ പലതരത്തിലുള്ള പരിശീലന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്നത്തെ അധ്യാപകർക്ക് ഏകദേശം ഇതെല്ലാം വൈകല്യമായിട്ടുള്ളതാണ്, അത് കുട്ടിയുടെ കുറ്റമില്ലെന്ന് തിരിച്ചറിയുന്നുണ്ട് അധ്യാപകർ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അധ്യാപകർ ഇത്തരത്തിൽ കുട്ടികളെ ക്ലാസ്സിൽ വെച്ചിട്ട് പരസ്യമായി അവഹേളിക്കുന്ന രീതികൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തലമുറയിലൊക്കെ അത് വലിയ ബുദ്ധിമുട്ടേറിയ ഒരുപാട് കുട്ടികൾ മാനസികമായിട്ടുള്ള ഉത്കണ്ഠ അനുഭവിക്കുകയും മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാ പേരൻസും മാതാപിതാക്കളും എല്ലാം കുട്ടിയെ കുറ്റപ്പെടുത്തുമ്പോൾ കുട്ടിക്ക് തനിയൊരു തോന്നൽ വരും, എനിക്കൊരു കുഴപ്പമുണ്ട്, ഞാൻ പഠിക്കാത്തവനാണ്, എനിക്ക് ബുദ്ധിയില്ലാത്ത ആളാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടി വരാറുണ്ടായിരുന്നു മാനസികമായിട്ടുള്ള. ഇപ്പം അത് ഇത്തിരി കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് നല്ല കാര്യമാണ്. ഇനി അടുത്തത് നമുക്ക് എന്താണ് ഭിന്നശേഷി എന്നുള്ളതാണ് നമ്മൾ ഇനി പരിശോധിച്ച് നോക്കുന്നത്. ഭിന്നശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ പഠന വൈകല്യമുള്ള കുട്ടി, പഠനത്തിൽ പുറകിലാണ് കുട്ടി, അല്ലെങ്കിൽ വികാസ വൈകല്യമുള്ള കുട്ടി, ഓട്ടിസമൊക്കെ അടക്കമുള്ള വികാസ വൈകല്യമുള്ള കുട്ടി, ബുദ്ധി വൈകല്യം, ഇതെല്ലാം വികാസ വൈകല്യം, കാഴ്ച, കേൾവി കുറവ്, അതുപോലെ സെറിബ്രൽ പാൾസി. ഇത്തരത്തിൽ വികാസ വൈകല്യം അഥവാ പഠന വൈകല്യം ഉള്ള കുട്ടികളാണെങ്കിലും അവർക്ക് അസാധാരണമായ ചില ശേഷികൾ മറ്റിതര മേഖലകളിൽ കാണും. അതിനാണ് നമ്മൾ ഭിന്നശേഷി എന്ന് പറയുന്നത്. അത് ഉദാഹരണത്തിന് ബുദ്ധി വൈകല്യമുള്ള കുട്ടിയാണെങ്കിൽ നല്ല രീതിയിൽ പടം വരയ്ക്കാനുള്ള കഴിവ്. ഇപ്പം നമ്മളിവിടെ വിവരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേസിൽ തന്നെ ഇപ്പം ആൺകുട്ടിയുടെ കഥ പറഞ്ഞല്ലോ, 9ാം ക്ലാസ്സുകാരൻ്റെ, ആ കുട്ടിക്ക് തന്നെ അസാധാരണമായ പടം വരയ്ക്കാനുള്ള ശേഷി. വേറെ ചില കുട്ടികൾക്ക് സംഗീത അഭിരുചിയായിരിക്കും കൂടുതൽ, നന്നായി പാടും, ഓട്ടിസം ഉണ്ടെങ്കിലും നന്നായിട്ട് പാടും. വേറെ ചില കുട്ടികൾക്ക് കീബോർഡ് ഉപയോഗിക്കാനും സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള അസാധാരണമായ കഴിവുകൾ ഓട്ടിസം ഉള്ള കുട്ടികൾ കാണാറുണ്ട്, ബുദ്ധി വൈകല്യമുള്ള കുട്ടികൾ കാണാറുണ്ട്, പഠന വൈകല്യമുള്ള കുട്ടികൾ കാണാറുണ്ട്. അതുപോലെ അവർക്ക് പിന്നെ ശില്പങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ്, ശില്പിയുടെ സ്കില്ല് ചിലപ്പം കുട്ടിക്ക് കാണും. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലുള്ള നല്ല തരത്തിലുള്ള താല്പര്യങ്ങൾ, കഴിവുകൾ, സ്പോർട്സിൽ അഭിരുചിയുള്ള കുട്ടികൾ. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ 10ാം ക്ലാസ്സിലെ കുട്ടിയാണ്, പെൺകുട്ടിയാണ്, പഠന വൈകല്യമാണ് നമ്മൾ വിലയിരുത്തി അനാലിസിസ് നടത്തി നേരത്തെ പറഞ്ഞതുപോലെ കണ്ടെത്തി. പക്ഷേ കുട്ടിക്ക് ഒരു അസാധാരണമായ കഴിവ്, നല്ല ഫാഷൻ ഡിസൈനിങ്ങിൽ താല്പര്യമുള്ള കുട്ടി. അപ്പോൾ അമ്മയടുത്ത് കുട്ടി പറയുന്നുണ്ട്, കുട്ടിക്ക് നല്ല ബുദ്ധിയുണ്ട്, കുട്ടി അമ്മയടുത്ത് പറയുന്നുണ്ട്, എനിക്ക് ഫാഷൻ ഡിസൈനിങ്ങിന് പഠിക്കാൻ പോകണമെന്നാണ് കുട്ടി പറയുന്നത്, ഇപ്പം 10ാം ക്ലാസ്സിൽ. അപ്പോൾ നമ്മൾ മിക്കവാറും നേരത്തെ പറഞ്ഞതുപോലെ ടെസ്റ്റൊക്കെ നടത്തി സർട്ടിഫിക്കറ്റ് കൊടുത്ത് ആ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് സ്ക്രൈബിൻ്റെ സഹായത്തോടെ കുട്ടിക്ക് 10ാം ക്ലാസ് പാസ്സാവാം, 12ാം ക്ലാസ് പാസ്സാവാം. അതിനുശേഷം കുട്ടിക്ക് ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് തിരിച്ചു വിടാം.
അപ്പം ഞാൻ ആ കുട്ടിയെ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ആ കുട്ടി നല്ല നല്ല മോഡേൺ ആയിട്ടുള്ളൊരു നല്ലൊരു ഫ്രോക്കിൻ്റെ രീതിയിലുള്ള ഒരു പാവാട ഉടുപ്പും കൂടെ ചേർന്നുള്ള ഒരു ഉടുപ്പിട്ടിരിക്കുന്നത് പ്രത്യേകമായിട്ട്. അപ്പോൾ ആ ഉടുപ്പിൻ്റെ ഇത് കണ്ടപ്പോൾ ഞാൻ മോളുടെ അടുത്ത് ചോദിച്ചു, മോള് ഇത് ആര് മേടിച്ചു തന്നതാ? അപ്പോൾ മോള് പറഞ്ഞ് അത് അമ്മ മേടിച്ചു തന്നതാണ്, ഞാൻ കമ്പ്യൂട്ടറിൽ മൊബൈലിൽ നോക്കി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയും പറഞ്ഞു അവൾക്ക് ഫാഷൻ ഭയങ്കര താല്പര്യം. അപ്പോൾ ആ കുട്ടിയുടെ അങ്ങനെയാണ് കുട്ടിയുടെ ഫാഷൻ ഡിസൈനിങ്ങിലുള്ള താല്പര്യം നമ്മൾ വിലയിരുത്തുകയും കണ്ടുപിടിക്കുകയും ചെയ്യാനുണ്ടായ സാഹചര്യം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാണ് ഭിന്നശേഷിയെക്കുറിച്ച്. അപ്പോൾ കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പിന്നെ ഭിന്നശേഷി ഉണ്ടോ, ഈ വികാസ വൈകല്യം, വിവിധങ്ങളായ വികാസ വൈകല്യങ്ങൾ, അതുപോലെ ബുദ്ധി വൈകല്യമാകാം, പഠന വൈകല്യമാകാം, സംസാര വൈകല്യമാകാം, ഓട്ടിസം ആകാം, കേൾവിക്കുറവാകാം, കാഴ്ചക്കുറവാകാം, ഇങ്ങനെയൊക്കെയുള്ള വികാസ വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും കുട്ടിക്ക് പ്രത്യേകമായ ഭിന്നശേഷി ഉണ്ടോ എന്ന് കൂടി നമ്മൾ ക്ലിനിഷ്യൻ തീർച്ചയായിട്ടും വിലയിരുത്തി കുട്ടിയെ കണ്ടുപിടിക്കേണ്ടി വരും. അത് ഒറ്റ വിസിറ്റ് കൊണ്ട് കഴിയത്തില്ല, പല വിസിറ്റുകളിലൂടെ ആയിരിക്കും നമ്മളത് കണ്ടെത്തുന്നത്. അത് പേരൻസുമായിട്ട് ചർച്ച ചെയ്യണം. കുട്ടിയുടെ പറയപ്പെടുന്ന കാര്യങ്ങൾ, ഇപ്പം കുത്തി വരയ്ക്കും, ഇപ്പം ഞാനിവിടെ വിവരിച്ച കേസിൽ കുത്തി വരയ്ക്കുന്ന കുട്ടി 9ാം ക്ലാസ്സിലെ കുട്ടി ബുക്കിലെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കുട്ടിക്ക് ഡ്രോയിങ് സ്കില്ലുണ്ടോ എന്നുള്ള ടെസ്റ്റിങ്, അതിനുള്ള നിരീക്ഷണം നടത്തി നോക്കിയപ്പോഴാണ് കുട്ടിക്ക് ഡ്രോയിങ് സ്കില്ലുണ്ടതായിട്ട് നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ ഇതാണ് ഭിന്നശേഷിയെക്കുറിച്ചിട്ട്. അപ്പോൾ ഭിന്നശേഷി ഒരു എല്ലാ കുട്ടികളിലും ഈ പറയുന്നത് പോലെ എല്ലാ വികാസ വൈകല്യമുള്ള കുട്ടികളിലും പഠന വൈകല്യമുള്ള കുട്ടികളിലും ഭിന്നശേഷി കണ്ടെത്തണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള വികാസ വൈകല്യമുള്ള ഏത് കുട്ടിയെ കണ്ടാലും നമ്മൾ ആ കുട്ടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭിന്നശേഷി ഉണ്ടോ എന്നുള്ളത് കണ്ടെത്താനായിട്ട് മാതാപിതാക്കൾ ശ്രമിക്കണം, അധ്യാപകർ ശ്രമിക്കണം, ക്ലിനീഷ്യനും ശ്രമിച്ചാലേ നമുക്ക് അത് കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി ഏറ്റവും അവസാനമായി ഇത്തരത്തിലുള്ള ഒരു പഠന പിന്നോക്കാവസ്ഥ അല്ലെങ്കിൽ പഠന വൈകല്യമുള്ള ഒരു കുട്ടിക്കുള്ള ഇടപെടൽ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടുന്നത് കുട്ടിക്ക് സാധാരണ ക്ലാസ്സിലിരുന്ന് മറ്റു കുട്ടികളോടൊപ്പം പഠനം ശേഷി ആർജിക്കാനുള്ള, പഠന നിലവാരം ആർജിക്കാനുള്ള കഴിവ് കുട്ടിക്ക് കുറവായിരിക്കും. അതാണ് പഠന വൈകല്യത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടിക്ക് മറ്റു കുട്ടികളോടൊപ്പം ക്ലാസ്സിലിരുന്ന് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവസരം, അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കിട്ടുകയും വേണം. അതിനോടൊപ്പം തന്നെ കുട്ടിക്ക് വ്യക്തിഗത പഠന ബോധന പരിശീലനം കൂടി നൽകുകയും വേണം. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും കൊടുക്കണം, അതുപോലെ വ്യക്തിഗത പഠന ബോധന പരിശീലനം കൂടെ കുട്ടിക്ക് കൊടുക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കുട്ടി പഠനത്തിൽ മുമ്പോട്ട് വരാൻ സാധിക്കും. പക്ഷേ പഠന വൈകല്യം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ മാറുന്ന ഒരു അവസ്ഥയല്ല. അത് ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണെന്നും വൈകല്യമാണെന്നും നമ്മൾ കാണേണ്ടതുണ്ട്. എന്നാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ച മൈൽഡായിട്ടുള്ള പഠന വൈകല്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പരിശീലനത്തിലൂടെ നല്ല പുരോഗതി ഉണ്ടാകും. പക്ഷേ മോഡറേറ്റും സീവിയറും നമുക്ക് പഠനത്തിൻ്റെ വഴിയെ പുരോഗമിക്കാനുള്ള, മുന്നേറാനുള്ള ഒരു ബുദ്ധിമുട്ട് കുട്ടിക്ക് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ കുട്ടിക്ക് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ, റിസോഴ്സ് ടീച്ചേഴ്സിൻ്റെ സഹായത്തോടു കൂടി ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ, വ്യക്തിഗത പഠന ബോധന പരിശീലനവും അതുപോലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും കൂടി നൽകുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം കുട്ടികളിൽ വികാസ വൈകല്യമാണെങ്കിലോ പഠന വൈകല്യമാണെങ്കിലോ ഉള്ള കുട്ടികളിൽ ഭിന്നശേഷികളുണ്ടോ എന്നുള്ളത് കണ്ടെത്തണം. ഭിന്നശേഷി സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ കണ്ടെത്തിയിട്ട് ഭിന്നശേഷിക്ക് മതിയായ തരത്തിലുള്ള പരിശീലനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിയെ അതിൽ കുട്ടിയെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഈ ഭിന്നശേഷി വിലയിരുത്തൽ നടത്തി ഭിന്നശേഷിക്ക് മതിയായ തരത്തിലുള്ള പരിശീലനം സ്കൂൾ തലത്തിൽ കൊടുത്ത് ആ ഭിന്നശേഷിയെ വികസിപ്പിച്ച് കൊണ്ടുവരികയും ആ ഭിന്നശേഷിയുടെ അടിസ്ഥാനത്തിൽ ഒന്നുകിൽ കുട്ടിയെ തൊഴിൽപരമായ പുനരധിവാസത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ കുട്ടിക്ക് ഉയർന്ന വിദ്യാഭ്യാസത്തിന് കുട്ടിക്ക് ഈ ഭിന്നശേഷിയുടെ അടിസ്ഥാനത്തിലുള്ള എഡ്യൂക്കേഷണൽ റീഹാബിലിറ്റേഷൻ, വിദ്യാഭ്യാസപരമായിട്ടുള്ള പുനരധിവാസം കൂടി നമുക്ക് കുട്ടിക്ക് നൽകാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ സൂചിപ്പിച്ച കുട്ടിക്ക് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കുട്ടിക്ക് ഡ്രോയിങ് മാസ്റ്ററുടെ സഹായത്തോടു കൂടി ഡ്രോയിങ്ങിൽ ആർട്ടിസ്റ്റിക് സ്കിൽസ് കുറേ പരിശീലനം കൊടുക്കുകയും ആ കുട്ടി ഈ ടെസ്റ്റ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും പാസ്സാവുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ കുട്ടി ഇപ്പം ഒരു ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്യുകയാണ്. ഡിസൈനിങ്, ഇത് പടം വരയ്ക്കുന്ന ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് കുട്ടി ജോലി ചെയ്യുകയാണ് ഈ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ് സൂചിപ്പിച്ച കുട്ടി. ഇതുപോലെ തന്നെ മറ്റൊരു കുട്ടിയുടെ കഥ ഞാൻ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ, ഓട്ടിസം ഉള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് 12ാം ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ 4-5 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കുട്ടിക്ക് സ്ക്രൈബിൻ്റെ അടിസ്ഥാനത്തിൽ 10ാം ക്ലാസ് പാസ്സായി, ഇപ്പം 12ാം ക്ലാസ്സിൽ സ്ക്രൈബിൻ്റെ അടിസ്ഥാനത്തിൽ സെക്കൻഡ് ഇയർ ആയി. ആ കുട്ടിയെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ കുട്ടിക്ക് പ്രത്യേകമായിട്ടുള്ള മ്യൂസിക്കൽ അഭിരുചി ഉള്ളതായിട്ട് കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. നന്നായിട്ട് പാടും കുട്ടി.
അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിയെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ കുട്ടിക്ക് മ്യൂസിക്കിൽ ഗ്രാജുവേഷൻ എടുക്കാൻ വേണ്ടി കുട്ടിയെ വിടാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ രീതിയിലുള്ള പരിശീലനമാണ് കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പഠന പിന്നോക്കാവസ്ഥയുള്ള കുട്ടിക്ക് പഠന വൈകല്യമുള്ള ഉണ്ടെന്ന് കണ്ടെത്തിയപ്പോൾ പഠന വൈകല്യത്തിനുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, വ്യക്തിഗത പഠന ബോധന പരിശീലനം, അതിനോടൊപ്പം തന്നെ ഭിന്നശേഷി കണ്ടെത്തി ഭിന്നശേഷിക്കുള്ള പരിശീലനം, ഭിന്നശേഷി പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പുരോഗമിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് ഒന്നുകിൽ തൊഴിൽപരമായ പുനരധിവാസമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ പുനരധിവാസമോ നമ്മൾ കൊടുക്കാനുള്ള പ്ലാനിങ്ങിൽ അങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ച കുട്ടിയിൽ ഇപ്പം നമ്മൾ നല്ല ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പഠന വൈകല്യം അത് വികാസ വൈകല്യങ്ങളിൽ ഒരു കാരണമാണ് പഠന വൈകല്യം, ഒരു തരം. ആ പഠന വൈകല്യമുള്ള കുട്ടികളിൽ തീർച്ചയായിട്ടും കുട്ടിയുടെ പഠന നിലവാരം വിലയിരുത്തി നോക്കണം. പഠന വൈകല്യം ഡയഗ്നോസ് ചെയ്യണം, കുട്ടിയുടെ ബുദ്ധിശക്തി വിലയിരുത്തണം, അതിനോടൊപ്പം തന്നെ കുട്ടിയിലുള്ള ഭിന്നശേഷി വിലയിരുത്തണം. ഇതെല്ലാം ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് പിന്നെ റെമഡിയൽ ടീച്ചിങ് കൊടുക്കേണ്ടതുണ്ട്, വ്യക്തിഗത പഠന ബോധന പരിശീലനം കൊടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ കുട്ടിയിലുള്ള സഹരോഗാതുരത, കോണ്ടാക്ട് ഡിസോർഡറിന് പ്രത്യേകം തെറാപ്പി കൊടുക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ കുട്ടിക്ക് ഭിന്നശേഷിയിൽ പുനരധിവാസം എല്ലാ കുട്ടിയെ സംബന്ധിച്ച് പരിശീലനം കൊടുത്ത് ഭിന്നശേഷിയിൽ വ്യക്തിഗതമായിട്ട് പരിശീലനം കൊടുത്ത് പുനരധിവസിപ്പിച്ച് കുട്ടി ഇപ്പം നല്ല ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. ഇതാണ് ഈ പഠന വൈകല്യത്തെക്കുറിച്ചിട്ട് ഇവിടെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. നമസ്കാരം.